1 2 3 ഈ മഴ അങ്ങോട്ട് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് 4 ചുറ്റലിങ്ങോട്ട് ചുറ്റിയിട്ട് ഒരൊറ്റ കടലിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോണ്ട് കടലിങ്ങനെ ബാക്കോട്ട് അങ്ങോട്ട് പോയിട്ട് കര ഇങ്ങനെ പൊന്തി വരിക. കര പൊന്തി വരിക. അങ്ങനെ ആ കരയ്ക്ക് ഞാനൊരു പേരും കേരളം. കാസർഗോട്ടുകാരനാണ്. എങ്ങനെ തിരിഞ്ഞിനി? അടി കൊണ്ടപ്പോ തിരിഞ്ഞിന്. എന്ത് മാസം മരങ്ങൾ കാസർഗോഡ് മാസാ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഞമ്മ ഇത് ബോളന്മാരാ, ഞമ്മ സ്കൂളൊന്നും കാണാത്തോറാ. പാർട്ടിക്കാർ ജാഥ തുടങ്ങാന്, ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാന് അതിനെ വേണ്ടു കാസർഗോഡ്. നമ്മളൊക്കെ ആരും വരുന്നേ തിരുവനന്തപുരത്ത്. ആരും ചോദിക്കാൻ മേലാത്ത, ആരും പേടിക്കേണ്ടാത്തൊരു സ്ഥലമുണ്ട്. ചേകവന്മാരുടെ നാട്. അതേത് നാട്? കണ്ണൂര്, ഇരിട്ടി എന്ന് പറയും. നിന്റെ വീട് എവിടെയാടാ? കണ്ണൂരാന്ന് സാറേ. ബാലേട്ടൻ അറിയോ, പണ്ടത്തെ കണ്ണൂരൊന്നും അല്ല ഇപ്പം. പുതിയ രാഷ്ട്രീയം കണ്ണൂരിനെ ഒരുപാട് മാറ്റിയിരിക്കുന്നു. കത്തിയും ബോംബും വെച്ച് മനുഷ്യരെ പേടിപ്പിച്ച് നിർത്തുക ഈ രാഷ്ട്രീയക്കാര്. അപ്പോ രാഷ്ട്രീയം വേണ്ടെന്നാണ് നീ പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു ജനാധിപത്യ ഭരണത്തിന് രാഷ്ട്രീയം ആവശ്യമാണ്. പക്ഷെ ഇന്നത്തെ രാഷ്ട്രീയം ജനാധിപത്യ സമ്പ്രദായത്തെ നശിപ്പിച്ചു. നമുക്കറിയാം, ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന കേരളത്തിന്റെ സംസ്കാരം, അതിന്റെ ഏറ്റവും പൈതൃക ഭാവം പ്രകടിപ്പിക്കുന്ന വയനാട്. അവിടെ കാണാൻ മാത്രമൊന്നുമില്ല, കുറെ കാട്ടാനെ കൊന്നു. എന്ത് കാട്ടാനാ? സന്ധ്യ പൂത്തതിവിടെ സർഗതാളമാർന്നതിവിടെ. ഇത് കേരളവർമ്മ പഴശ്ശിരാജയുടെ നാട് വയനാട്. കോഴിക്കോട്, ബഷീർ സാഹിബിന്റെ കോഴിക്കോട്, സാമൂതിരിയുടെ കോഴിക്കോട്, വാസ്കോ ചേട്ടൻ വന്നിറങ്ങിയ കോഴിക്കോട്, ബീച്ചും മാനാഞ്ചിറയും കേരളത്തിലെ ഏറ്റവും നല്ല ഓട്ടച്ചേട്ടന്മാരുമുള്ള കോഴിക്കോട്, നല്ല ഹലുവയും ബിരിയാണിയും മണക്കുന്ന കാറ്റ്, പിന്നെ കോഴിക്കോടിന്റെ മാത്രം ഐശ്വര്യതയും. എടാ, നമുക്ക് അറിയുന്നവനായാലും അറിയാത്തവനായാലും സ്നേഹം വാരിക്കൊരു കൊടുക്കുന്നവരല്ലേ കോഴിക്കോട്ടുകാര്. സ്നേഹസമ്പന്ന തിങ്ങിപ്പാർക്കുന്ന സ്വർഗത്തിന്റെ നാടാണ് നമ്മുടെ മലപ്പുറത്തിന്റെ മണ്ണ്. സ്നേഹം കൊണ്ട് മനസ്സ് നിറയ്ക്കുന്ന ആളുകളാണ് മലപ്പുറംകാർ. എന്റെ പൊന്നു മക്കളെ, ഇതിവിടെ വിട്ടുപോയാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റൂല. ഇതിവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ നമ്മളെ മലപ്പുറത്ത്, അല്ലേ? സ്നേഹസമ്പന്ന തിങ്ങിപ്പാർക്കുന്ന സ്വർഗത്തിന്റെ നാടാണ് നമ്മുടെ മലപ്പുറത്തിന്റെ മണ്ണ്. എന്റെ പേര് മാമലയും കരിമ്പനയുമുള്ള പാലക്കാടാണ് എന്റെ നാട്. എണ്ണിയാൽ തീരത്ത ചന്തം കുറയത്ത പാലക്കാടാണ് എന്റെ നാട്. മാമലയും കരിമ്പനയുമുള്ള പാലക്കാടാണ് എന്റെ നാട്. എണ്ണിയാൽ തീരത്ത ചന്തം കുറയത്ത പാലക്കാടാണ് എന്റെ നാട്. ഒരു ഭയങ്കര സമാധാനമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ പാലക്കാടുള്ള. അത് അവിടെയുള്ള ആളുകളാണെങ്കിലും അവിടുത്തെ ഗ്രാമങ്ങളാണെങ്കിലും നമ്മുടെ ഒരു സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഈവൻ ഭാഷയടക്കം ഒരു പ്രത്യേകത ഉണ്ടല്ലോ. കേട്ടോ, ഇവിടെ സേഫ് അല്ല. പാലക്കാട് മുണ്ടൂർ ദേവസ്വം ഭയങ്കര ശക്തിയുള്ള അമ്പലമാണ്. നമ്മുടെ കേരളത്തിന്റെ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വന്നാലും സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് വന്നാലും ഏറ്റവും സെൻട്രലിൽ കിടക്കുന്നത് നമ്മുടെ തൃശ്ശൂരാ. ഇതിന്റെ ഉള്ളിലേക്ക് വരണമെങ്കിലും ഇപ്പോഴൊന്ന് പുറത്തേക്ക് കടക്കണമെങ്കിലും വട്ടം കറങ്ങും. എനിക്ക് ഈ തൃശ്ശൂര് വേണം. ഈ തൃശ്ശൂര് ഞാൻ ഇങ്ങനെ എടുക്കുക. കൊച്ചി എത്തി. കൈക്കും കാലിനും തലയ്ക്കും ശരീരത്തിന്റെ
പണിക്കാരുണ്ട് ഈ പട്ടണത്തില്. തൊട്ടില്ല നീയൊന്നും, മുന്നിൽ പോയി നിൽക്കില്ല, പിട്ടുക്ക് വിറയ്ക്കും. സ്കെച്ച് ചെയ്ത് കാർത്തിക്കും വരഞ്ഞോളാം പിള്ളേര്. കൊച്ചിയിൽ മാത്രം ഇത്രയും കൊട്ടേഷൻകാര്? കൊച്ചിയില് മാത്രമല്ല കൊട്ടേഷൻ, എല്ലായിടത്തും ഉണ്ട്. പകുതി സിനിമാക്കാര് പറഞ്ഞു ഒരിപ്പിക്കണേ. ഒരുപാട് സ്ഥലത്ത് കാറ്റുകളുണ്ട്, പക്ഷെ ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. തീർച്ചയായിട്ടും കേരളത്തിന്റെ ഊർജ സ്രോതസ് ഇടുക്കിയിലാണ് നമ്മൾ. ഇടുക്കിയിലെ മലമുടക്കുകളിൽ ഇളം വെയിലിൽ ചില ചെടികൾക്ക് പൊൻകതിരുകളുണ്ടാവും. ഇത് നിന്റെ ഡൽഹിയും പാട്ടിയാലയൊന്നുമല്ല, ഇത് കോട്ടയമാ, കോട്ടയം. കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചനും ചങ്ങനാശ്ശേരിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം. ഇന്ന് കേരളത്തിലെ ഏറ്റവും വൃത്തിയായിട്ട് മലയാളം സംസാരിക്കുന്നത് ഞങ്ങൾ കോട്ടയം. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. Welcome to Venice of the East, land of enchanting backwaters. Kuttanad is the most beautiful place in God's own country. And the backwaters here are the network of villages, lots of interconnecting freshwater lakes, lagoons, rivers and canals. The geographical significance of this land is that it's below sea level. It is the only one of its kind in the world. This land is also known as the rice bowl of Kerala and the land of green magic. Patta plus Nampi plus Ta Pattanamthitta. വെറുതെ നമ്മളങ്ങനെ പത്തനംതിട്ട എന്ന് പറഞ്ഞ ഒരു സുഖം ഉണ്ടാവില്ല. ലോകത്തിൽ തന്നെ ഏറ്റവും നന്നായിട്ട് ശുദ്ധമായി ശ്വസിക്കാൻ കഴിയുന്ന പത്തനംതിട്ടയിലാണ് നമ്മൾ. ആകാശത്തിന് താഴെ എന്തെല്ലാം പോക്കൃത്തരങ്ങളുണ്ടോ അതെല്ലാം പൂണ്ട് വിളയാടുന്ന പുണ്യ പുരാതന സ്ഥലമായി ഇവിടെ. കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട. നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ഹൈവേയുടെ വശങ്ങളിലൂടെ നമ്മളൊരു കഴക്കൂട്ടം മുതൽ അങ്ങ് തെക്കോട്ട് യാത്ര ചെയ്താൽ രണ്ട് വശത്തേക്ക് നോക്കി ഇത് പഴയ കേരളം തന്നെയാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന മട്ടിൽ IT പാർക്കുകളും ഗംഭീരമായ ഇൻഫ്രാസ്ട്രക്ചറും ഗംഭീരമായ റോഡുകളും ഒക്കെ വന്നിരിക്കുന്നു. ഇത് കേരളം തന്നെയാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന മട്ടിലാണ്. തിരുവനന്തപുരം എന്താണ് സൂപ്പർ സ്പോട്ടല്ലേ? പത്മനാഭസ്വാമി ക്ഷേത്രം, പിന്നെ കുതിരമാളിക, കവടിയാർ, കൊട്ടാരം, ബീച്ച്, ശംഖുമുഖം ബീച്ച്, വേളി. അപ്പൊ അമ്മച്ചി പോട്ടെ, നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷം. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാം നന്മ ഉണ്ടാവട്ടെ. അമ്മച്ചി പോട്ടെ. അപ്പൊ ശരി എന്നാ.